ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കെങ്ങനെ ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് കൊടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാം. മാസ്റ്റർ പോയിട്ട് ക്രിയേറ്റ് ഐറ്റം ക്രിയേഷൻ എടുക്കുക. യൂണിറ്റ്സ് എന്ന് കാണുന്നിടത്ത് ബേസ് യൂണിറ്റ് കൊടുക്കുക. ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് കാണുന്ന കോളത്തിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്തിനാണ് ഈ ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 സോപ്പ് ഒരു ബോക്സിനുള്ളിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. ബോക്സസ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്, പക്ഷേ നമ്പേഴ്സ് ആയിട്ടാണ് വിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ആണ് ഓൾട്ടർനേറ്റീവ് യൂണിറ്റിൻ്റെ പ്രാധാന്യം കടന്നു വരുന്നത്. ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് അവിടെ നിന്ന് ഓൾട്ട് സി ഇടുമ്പോൾ യൂണിറ്റ് ക്രിയേഷൻ സ്ക്രീനിലേക്ക് കടക്കും. അവിടെ നിന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സിമ്പിളിൽ ആവശ്യമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് ആയിട്ടുള്ള ബോക്സ് കൊടുത്തു. ഫോർമൽ നെയിം ബോക്സസ് എന്ന് കൊടുക്കാം. യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ് UQC അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ബോക്സിന് സെലക്ട് ചെയ്യാം. നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനം 0.00, 0.003 എത്ര ഡെസിമൽ പ്ലേസ് ആവശ്യമുണ്ടോ അതിന് വേണ്ടുന്ന നമ്പർ അവിടെ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഓൾട്ടർനേറ്റീവ് യൂണിറ്റിൻ്റെ താഴെയായിട്ട് വെയർ ബോക്സ് ഈസ് ഈക്വൽ ടു നമ്പേഴ്സ് എന്ന് വരും. അവിടെ നമ്മുടെ ആവശ്യാനുസരണം എത്ര ബോക്സ് ഉണ്ടോ ആ എത്ര ബോക്സിനകത്ത് എത്ര എണ്ണം ഇരിപ്പുണ്ട് എന്നുള്ളത് കൊടുക്കാം. ഇത് ചെയ്യുന്നത് പ്രകാരം ഇൻവോയ്സിനുള്ളിൽ ഇതിൻ്റെ മെഷർമെൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെയാണ് ഓൾട്ടർനേറ്റീവ് യൂണിറ്റ് ടാലിയിൽ സെറ്റ് ചെയ്യുന്നത്. കൂടുതൽ ക്ലാസ്സുകൾക്കായി കോൺടാക്റ്റ് ചെയ്യുക.